CPM ആരോപണത്തിന് UDF നൽകാൻ പോകുന്ന മറുപടിയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കിലുള്ളത്. പ്രതിപക്ഷ നേതാവും അതുതന്നെയായിരിക്കും പറയാൻ പോവുക. എന്താണ് ഈ വിഷയത്തിൽ UDF നൽകുന്ന പ്രതിരോധം? ഏതു തരത്തിലാണ് CPM ആരോപണങ്ങളെ UDF ലീഗ് നേതൃത്വമൊക്കെ ചേർക്കുന്നത്? സജിത്, നമ്മൾ അതിലേക്ക് വരുന്ന മുമ്പ് കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പ്രചരണം രണ്ടാം ഘട്ടത്തിലെത്തുകയാണോ? ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവുമെന്ന് കരുതുന്നു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന മുഴുവൻ കഴിഞ്ഞ 9 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണമാണ്. നിങ്ങൾ ആ ഭരണത്തിൽ നിന്ന്, ആ ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന് ജനശ്രദ്ധ ഡൈവേർട്ട് ചെയ്തു വിടാനുള്ള ബോധപൂർവമായ ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ ആരോപണമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും ഞങ്ങൾ സ്വീകരിക്കും, ആര് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാലും സ്വീകരിക്കും. നമ്മൾ ആലോചിക്കണം. വെൽഫെയറുടെ ചർച്ചയൊന്നും നടത്തില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നിരുപാധികമായ പിന്തുണ, ശത്രുവിന്റെ ശത്രു മിത്രം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആരൊക്കെ ശത്രുക്കളായി കാണുന്നു, ആ ശത്രുക്കളായി കാണുന്നവർ മുഴുവൻ അവരുടെ മിത്രമായി ഇപ്പൊ UDFനെ കാണും. അതൊരു പോളിസിയാണ്, ശത്രുവിന്റെ ശത്രു മിത്രം. അങ്ങനെ ഞങ്ങളെ മിത്രമായി കണ്ട് ആരെങ്കിലും വോട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറയുമോ? അല്ല, അത് പുള്ളി ശരിക്കും നടത്തിയിട്ടുള്ളതുകൊണ്ടാണ് ഈ പുള്ളി പറയുന്നത്. പുള്ളി അവിഹിത വീഴ്ചയുടെ ഒരു വക്താവായിരുന്നു. അപ്പൊ എല്ലാം പുള്ളി തന്നെ ഇപ്പൊ തന്നെ പുള്ളി ആരാ നിങ്ങൾക്കറിയാമല്ലോ, ഗോളിയാർ റയൻസിലെ ഒരു പാവപ്പെട്ട തൊഴിലാളി. ഇപ്പൊ അദ്ദേഹം അദാനിയുടെ പാർട്ണറാണ്. അത്രയും വളർന്നു അദ്ദേഹം. ഒരു തൊഴിലാളിയിൽ നിന്ന് കോടീശ്വരനായ ഒരു കോർപ്പറേറ്റിന്റെ പാർട്ണറായി മാറി. അപ്പൊ അത് അവിഹിതമല്ലേ? അവിഹിതമല്ലേ? എങ്ങനെയാണ് ഒരു തൊഴിലാളി അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുണ്ടോ അയാളുടെ കയ്യിൽ ഇത്ര കോടികൾ ഉണ്ടാക്കാൻ? അപ്പൊ അയാളൊരു അവിഹിത സന്തതിയാണ്, രാഷ്ട്രീയത്തിലെ ഒരു അവിഹിത ഉൽപ്പന്നമാണ് അയാൾ. ഇല്ലെങ്കിൽ ഈ ആശാ വർക്കർമാരെ അയാൾ അവമാനിക്കൂ? അധ്വാനിക്കുന്നവന്റെ പാർട്ടി, ഭാരം ചുമക്കുന്നവന്റെ പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി, ജന്മിത്തെ അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി, പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനം തുടങ്ങിയ പാർട്ടി. അവര് പറയുന്നു അദാനി ഞങ്ങളുടെ പാർട്ണറാണ്. അപ്പോ ചങ്ങാത്ത മുതലാളിത്തമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുതൽക്കൂട്ട്. അതുകൊണ്ട് ഇയാൾ എന്തും പറയും. വെൽഫെയർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ PDP ഇടതുപക്ഷത്തിനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെ കാണുന്നത്? ഞങ്ങൾ അതിനെയൊക്കെ മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ ശത്രുവാണ് PDP എങ്കിൽ ശത്രുവിന്റെ ശത്രു മിത്രം. അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കും. അവർക്കും ഞങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നത് ആരൊക്കെയാണെന്ന് ഇനി പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളെ പിന്തുണയ്ക്കും. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും. അതിന് ചർച്ച വേണ്ട, വേറെ ഒന്നും വേണ്ട. അതാണ് നിലപാട് വ്യക്തമാക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തത്. ശത്രുവിന്റെ ശത്രു മിത്രം, അതായത് പിന്തുണ ആര് പ്രഖ്യാപിച്ചാലും തെരഞ്ഞെടുപ്പിൽ അത് സ്വീകരിക്കുമെന്ന് തന്നെ പറയുന്നു. അതിന് മറ്റ് ന്യായീകരണങ്ങളോ വിശദീകരണങ്ങളോ ഒന്നും ആവശ്യമില്ല. ഒപ്പം എളമരം കരീമിന്റെ രൂക്ഷമായ വിമർശനവും അദ്ദേഹത്തിന്റെ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഈ കൂട്ടുകെട്ടിന്റെ അല്ലെങ്കിൽ ആ പിന്തുണയെക്കുറിച്ച് എളമരം നടത്തിയ പരാമർശത്തിന് രൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. സജിത്ത്, യെസ്, അതാണ് ഈ കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ UDF കേന്ദ്രങ്ങൾ നൽകുന്ന മറുപടി അങ്ങനെയാണ്. പ്രതിപക്ഷ നേതാവും പറയാൻ പോകുന്നത് അങ്ങനെയാണ്. എന്തായാലും നിലമ്പൂർ രാഷ്ട്രീയത്തിൽ വിഷയം മാറിമറിയുമ്പോൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള നിലമ്പൂരിൽ ഈ തരത്തിലേക്ക് ചർച്ചകൾ മാറുന്നു എന്നതാണ് സാഹചര്യം. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കമുള്ള മറുപടികൾ വരുന്ന മിനിറ്റുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ പ്രധാനമായി നീങ്ങുന്ന അനുമോദം, ഒരു കാര്യം കൂടി, ലീഗ് നേതൃത്വത്തിന് നിർണായക സ്വാധീനമുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. ഈ ലീഗിൻ്റെ സംഘടനാ സംവിധാനമാണ് നിലമ്പൂരിൽ UDFൻ്റെ ശക്തി കേന്ദ്രം. ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ലീഗിൻ്റെ സംഘടനാ സംവിധാനം അവിടെ ഉപയോഗപ്പെടുത്താൻ UDF ശ്രമിക്കുന്നുമുണ്ട്. വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണത്തെ തള്ളിപ്പറയുന്നില്ല UDF നേതൃത്വം. എന്നാൽ വെൽഫെയർ പാർട്ടി തീവ്രവാദി പാർട്ടിയാണോ എന്ന വിശദീകരണത്തിലേക്ക് പോകുന്നുമില്ല. മറിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനാണോ UDFൻ്റെ നീക്കം? പ്രത്യേകിച്ച് PDP ബന്ധം, PDP ബന്ധം ചർച്ചയാക്കുന്നതിലൂടെ മറുവശത്ത് കിട്ടാൻ പോകുന്ന എല്ലാ തരത്തിലുള്ള സർക്കാർ വിരുദ്ധ വോട്ടുകളും സമാഹരിക്കുക എന്ന പൊതു തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ UDF ഇവിടെ പയറ്റുക?
ഇവിടെ UDF പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് വെൽഫെയർ പാർട്ടിയെ അങ്ങോട്ട് പോയി പിന്തുണ ആവശ്യപ്പെട്ടതല്ല. അവർ സർക്കാരിനെതിരായ ഒരു നീക്കം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള ആ സർക്കാരിനെതിരായിട്ടുള്ള വികാരം അത് UDF-നൊപ്പം ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലാണ് UDF-ന്റെ വിശദീകരണം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും PDP ഇടതുപക്ഷ ബന്ധം ആരോപിച്ചുകൊണ്ടാണ്, അത് മുൻനിർത്തിക്കൊണ്ടാണ് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഈ സഹകരണത്തെ UDF ന്യായീകരിക്കുന്നത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, വെൽഫെയർ പാർട്ടിക്ക് മണ്ഡലത്തിലുള്ള വോട്ട് എത്രയുണ്ട് എന്നുള്ളത്. ഏറെക്കുറെ 2000-2500 വോട്ട് മാത്രമേ അവർക്ക് ഇവിടെ സഹകരിക്കാനുള്ളൂ. പക്ഷേ ഇവിടെ മറ്റൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് UDF-ന്റെ കാലങ്ങളായിട്ട് ഒപ്പം നിൽക്കുന്ന മത സാമുദായിക സംഘടനകളുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം മത സംഘടനകളുടെ വോട്ടുകൾ. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ UDF-ന് വരുന്നു എന്ന് പറയുമ്പോൾ ആ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. അതായത് കാലങ്ങളായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കാത്ത മുസ്ലിം മത സാമുദായിക സംഘടനകൾ ഈ ഒരു ഘട്ടത്തിൽ UDF-ന് അനുകൂലമായിട്ടുള്ള നിലപാടിൽ നിന്ന് പിന്നോക്കം പോകുമോ എന്ന ചോദ്യമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായിട്ട് ഉയരുക. അങ്ങനെയാണെങ്കിൽ ആ വോട്ടുകൾ ഒരുപക്ഷെ PV അൻവറിലേക്ക് പോയി കഴിഞ്ഞാൽ അത് UDF-ന് തീർച്ചയായും തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാകും. ഇവിടെ കാലങ്ങളായിട്ട് UDF-ന്റെ ജമാഅത്ത് അരിടൻ മുഹമ്മദിന്റെ പല നിലപാടുകളും നമുക്കറിയാം. അത് വളരെ വ്യക്തമായ ഭാഷയിൽ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പ്രചരണം മുഴുവൻ നടത്തിയിരുന്നു. എല്ലാ കാലത്തും അദ്ദേഹം അങ്ങനെയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ എല്ലാ കാലത്തും വെൽഫെയർ പാർട്ടി അരിടൻ മുഹമ്മദിനെതിരെയായിരുന്നു, UDF-നെതിരെയായിരുന്നു. അവിടെ നിന്ന് ഇപ്പോഴാണ് അവിടെ നയം മാറുന്നത്. അപ്പോൾ 2500 വോട്ടുകൾ ഒരുപക്ഷെ വെൽഫെയർ പാർട്ടിയിൽ നിന്നും UDF-ന് അനുകൂലമായി ലഭിക്കുമ്പോൾ UDF-ന് കാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഇവിടെ UDF-നുള്ളിൽ ഉയരുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെ UDF-നെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. പക്ഷേ ഈ ഘട്ടത്തിൽ PDP ഇടതുപക്ഷ